MVS എഡ്യൂടെക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണണം. ഇത് പാർട്ട് 3 ആണ്. ഇവിടെ നമ്മൾ ആമുഖം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, സിലബസിൽ പറയുന്ന ആമുഖത്തിൻ്റെ ക്ലാസ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്സ് എഴുതുക, നന്നായിട്ട് കേട്ട് പഠിക്കുക. എല്ലാ പോയിൻറ്റ്സും മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് BN റാവു ആണ്. ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? BN റാവു. ദെൻ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 1946 ഡിസംബർ 13 അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ദെൻ ലക്ഷ്യപ്രമേയം ആമുഖം ആക്കി മാറ്റിയത് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ്? 1947 ജാനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതി ലക്ഷ്യപ്രമേയത്തെ അംഗീകരിച്ച ഡേറ്റാണ് 1947 ജനുവരി 22. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖം വേണമെന്ന് നിർദ്ദേശിച്ചത് BN റാവു ആണ്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ദെൻ ആമുഖം എന്ന ആശയത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? USA എന്നാണ് അല്ലേ? അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അല്ലെ ആമുഖം ഉത്ഭവം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നതും ഏതാണ്? ആമുഖമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്ന ആമുഖമാണ്. ആമുഖത്തിൻ്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ? ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഭാരതത്തിലെ ജനങ്ങളായ നാം. അങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭാരതത്തിലെ ജനങ്ങളായ നാം. അവിടെ പരമാധികാരി എന്ന് നോട്ട് ചെയ്യുന്നത് ആരെയാണ്? ജനങ്ങളെയാണ്. നമ്മൾ പരമാധികാരി, ആമുഖത്തിലെ പരമാധികാരി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ആരെയാണ്? ജനങ്ങളെയാണ്. ഇവിടെ പരമാധികാരി ആരാണ്? ജനങ്ങളാണ്. നമ്മളാണ് പരമാധികാരി. അപ്പോൾ ആമുഖത്തിൻ്റെ ഉത്ഭവം USA ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. ദെൻ പരമാധികാരി എന്നറിയപ്പെടുന്ന ജനങ്ങളാണ്. ദെൻ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26. 1949 നവംബർ 26 എന്ന ഡേറ്റാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ഡേറ്റ് ഏതാണ്? 1949 നവംബർ 26. ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റാണ് 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കുന്നു. നെക്സ്റ്റ്, രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എന്താണ്? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. രാഷ്ട്രത്തിൻ്റെ സ്വഭാവം പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് കീവേഡ് യൂസ് ചെയ്തിട്ട് ഓർക്കാം. അതുപോലെ ഈ 5 കാര്യങ്ങൾ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലില്ല. ഏതൊക്കെ? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലുള്ളത് സ്വതന്ത്ര, പരമാധികാര, ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമേ ഉള്ളൂ.
സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് മാത്രമാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ ഉള്ളത്. അതായത് ലക്ഷ്യപ്രമേയം അനുസരിച്ച് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണ്? സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അതായത് സ്ഥിതി സമത്വം എന്ന വാക്കും മതേതരം എന്ന വാക്കും ലക്ഷ്യപ്രമേയത്തിലും ഭരണഘടന നിലവിൽ വന്നപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അത് പിന്നീട് കൂട്ടിച്ചേർത്ത വാക്കുകളാണ്. ഏത്? സ്ഥിതി സമത്വം എന്ന വാക്കും മതേതരം എന്ന വാക്കും. ദെൻ ഈ ചേഞ്ചസ്, ഭരണഘടനയിൽ ഈ ചേഞ്ചസ് വരുത്തുന്നത് എപ്പോഴാണ്? അതിന് ഭേദഗതി വേണം അല്ലേ? ഭരണഘടന ഭേദഗതി വേണം. ഭരണഘടനയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഭേദഗതി വരുത്തണം. അങ്ങനെ 1976 42-ാം ഭേദഗതി ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതിയാണ് 1976 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി നിലവിൽ വന്ന ഡേറ്റാണ് 1977 ജനുവരി 3. 42-ാം ഭേദഗതി നിലവിൽ വന്ന ഡേറ്റ് 1977 ജനുവരി 3. ദെൻ 42-ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 42-ാം ഭേദഗതി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ദെൻ 42-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും പ്രധാനമന്ത്രി ആയിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പോൾ 1976 42-ാം ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. 42-ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ്. ശുപാർശ ചെയ്ത കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ദെൻ 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഈ 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, ദെൻ രാഷ്ട്രത്തിൻ്റെ ഐക്യം. ഐക്യം എന്ന വാക്ക് മാറ്റിയിട്ട് ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ദെൻ എന്തൊക്കെയാണ്? സ്ഥിതി സമത്വം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന വാക്ക് മാറ്റിയിട്ട് ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്ന വാക്ക് മാറ്റിയിട്ട് ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. അപ്പോൾ സ്ഥിതി സമത്വം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഇവയാണ് 42-ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ. അപ്പോൾ 42-ാം ഭരണഘടനാ ഭേദഗതി ഒപ്പുവെച്ച രാഷ്ട്രപതി ആരായിരുന്നു? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ദെൻ കൂട്ടിച്ചേർത്ത വാക്കുകൾ സ്ഥിതി സമത്വം, മതേതരത്വം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ദെൻ നമ്മുടെ ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി പറയുമ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി. സ്വാതന്ത്ര്യം ചിന്ത, ആശയ ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന ഇതിലൊക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. ദെൻ സമത്വം, അവസര സമത്വം, സ്ഥാനമാനങ്ങൾ ഇതിലുള്ള സമത്വം. ദെൻ സാഹോദര്യം. ഇതൊക്കെയായിരുന്നു ആമുഖത്തിൻ്റെ ലക്ഷ്യങ്ങൾ. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നെക്സ്റ്റ് ബെരുബാരി കേസ് 1960 ബെരുബാരി കേസ് എന്താണ്? ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല, ആമുഖത്തെ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് വാദിച്ച കേസാണ് ബെരുബാരി കേസ് 1960. ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വാദിച്ച കേസാണ് ബെരുബാരി കേസ്. ദെൻ കേശവാനന്ദ ഭാരതി കേസ് 1973 ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വാദിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ്. അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം
എന്ന് വാദിച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് 1973. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് വാദിച്ച കേസാണ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് 1973. അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡ്സ് എന്താണ്? ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗം ആരായിരുന്നു? ആരാണ്? മുകുന്ദ് രാമറാവു ജയക്കർ. എന്താണ്? ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടകരം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗമായിരുന്നു മുകുന്ദ് രാമറാവു ജയക്കർ. മുകുന്ദ് രാമറാവു ജയക്കർ. നെക്സ്റ്റ് നമ്മുടെ ആമുഖത്തെ വിശേഷിപ്പിച്ച വ്യക്തികൾ. ആമുഖത്തെ വിശേഷിപ്പിച്ചവർ ആരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ആമുഖം ഭരണഘടനയുടെ കീനോട്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ താക്കോൽ എന്നൊക്കെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് ബാർക്കർ. അല്ലെ? ആമുഖം ഭരണഘടനയുടെ കീനോട്ട് അല്ലെങ്കിൽ ഭരണഘടനയുടെ താക്കോൽ എന്നൊക്കെ പറഞ്ഞത് ഏണസ്റ്റ് ബാർക്കറാണ്. ദെൻ ആമുഖം ഭരണഘടനയുടെ ആത്മാവ്, അതുപോലെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ്? താക്കൂർദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവാണ്. ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലും എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ദെൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ആമുഖം എങ്ങനെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് KM മുൻഷിയാണ്. KM മുൻഷി എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ദെൻ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ദെൻ ഭരണഘടനയുടെ ആത്മാവ്. ആമുഖം ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്. ദെൻ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.